നട്ടെല്ലിന് രോഗം ബാധിച്ച് കിടപ്പിലായ തിരുവാലി ഇല്ലത്തുകുന്ന് എം ഇസ്മായിലിന് സഹായവുമായി കേരള സർക്കാർ. ജീവിതം വഴിമുട്ടിയ ഇസ്മായിലിന്റെ ജീവിതത്തിൽ പുതുവെളിച്ചമാണ് സർക്കാർ ഏകിയത്. ജീവിതത്തോട് പോരാടിയ ഇദ്ദേഹത്തിന്റെ മാർഗം എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ വെറുതെയാവാറില്ല. എല്ലാ ജനങ്ങളുടെയൊപ്പം കൈത്താങ്ങായി സർക്കാർ ഉണ്ടാകും. വളരെ ആശിച്ചു മോഹിച്ചാണ് ഇസ്മായിലിന് PSC വഴി തിരുവാലി PHSCയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി നിയമനം ലഭിച്ചത്. എന്നാൽ ആ ആഗ്രഹത്തിന് മുൻപിൽ അധികം കാലം തുടരാൻ അദ്ദേഹത്തിനായില്ല. ജോലിയിൽ പ്രവേശിച്ച് 4 ദിവസത്തിനുള്ളിൽ അദ്ദേഹം കിടപ്പിലാവുകയാണ്. നട്ടെല്ലിന് രോഗം ബാധിച്ച് കിടപ്പിലായ ഇദ്ദേഹത്തിന് 21 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം ആദ്യ ശമ്പളം ലഭിച്ചിരിക്കുകയാണ്. 14 ദിവസത്തെ ശമ്പളമാണ് അക്കൗണ്ടിലെത്തിയത്. ഇതോടെ ജോലി സ്ഥിരതയും വിരമിക്കുമ്പോൾ പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങളും ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിന് ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാൻ വഴിയൊരുക്കിയത് അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളാണ്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സെക്രട്ടറിയായി വിരമിച്ച PR പ്രസന്നനും സഹപാഠി കൂടിയായ തൃക്കലങ്ങോട് PHSC ഹെൽത്ത് ഇൻസ്പെക്ടർ RP ദേവരാജനും. 2003 നവംബർ 3-നാണ് അദ്ദേഹത്തിന് ജോലി ലഭിച്ചത്. എന്നാൽ ശമ്പളം ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കും മുൻപ് രോഗം ബാധിക്കുകയായിരുന്നു. JHI തസ്തികയിൽ ജോലി ചെയ്യാൻ ആരോഗ്യമില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയിൽ മറ്റേതെങ്കിലും തസ്തികയിലേക്ക് പരിഗണിക്കാൻ സർക്കാർ ആരോഗ്യ ഡയറക്ടർക്ക് കത്ത് നൽകി. എന്നാൽ എല്ലാ വഴികളും അടയുകയായിരുന്നു. 2016-ൽ നിലവിൽ വന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം ജോലി ലഭിച്ച ശേഷം രോഗം മൂലം തുടരാനാവാത്തവരെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പരിഗണിക്കാൻ വകുപ്പുണ്ട്. ഇതറിഞ്ഞ സുഹൃത്ത് പ്രസന്നൻ ഇസ്മായിലിന്റെ അപേക്ഷയുമായി അധികൃതരെ സമീപിച്ചു. എന്നാൽ വീണ്ടും നിരാശയാണ് ഉണ്ടായത്. പിന്നീട് നവകേരള സദസ്സിൽ പരാതി നൽകുകയും നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് വികലാംഗ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. ഒടുവിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായി. ഇസ്മായിലിന് സൂപ്പർ ന്യൂമിറ്റി തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകിയ 2022 ജൂൺ 17 മുതൽ ശമ്പളം ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും നൽകാനും ശൂന്യവേതന കാലയളവ് പെൻഷന് പരിഗണിക്കുന്നതിനും നടപടിയെടുക്കാൻ നിയമാധികാരിയായ DMOക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കത്തയച്ചു. ഇതേ തുടർന്ന് തിരുവാലി PHSC മെഡിക്കൽ ഓഫീസർ 2022 ജൂണിലെ ശമ്പള ബിൽ പാസാക്കി തുക കൈമാറി. ഇനിയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ ലഭിക്കുമെന്നും ഉറപ്പു നൽകി.